ഈ ഒരു ലൈഫ് ജേർണിയിൽ നമ്മൾ എല്ലാവരും ഫൈനലി നമ്മൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ഏത് സമ്പന്നരാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒരേ ഒരു ആൻസർ പറയും, വി ഓൾ വോണ്ട് പീസ്. ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവരുടെ സക്സസ്, വിജയങ്ങൾ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ അവർ ആ വഴിയിലോട്ട് എത്താനുള്ള അവരെടുത്ത ഹാർഡ്ഷിപ്സ്, സ്ട്രഗിൾസ്, ഫെയിലിയേഴ്സ്, റിജക്ഷൻസ്, അവഗണന, നിന്ദ, ഒറ്റപ്പെടുത്തൽ, തെറ്റിദ്ധരിക്കപ്പെടുക, പല ഇമോഷൻസിൻ്റെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് നമ്മുടെ ജീവിതം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സർവീസ് ചെയ്യാനുള്ളൊരു മനസ്സ് അതെങ്ങനെ വന്നു രൂപയിൽ? ഫ്രം ദ ഹാർട്ട് അത് ചെയ്യുന്നത് കൊണ്ട് അതെനിക്കൊരു സഹായമായിട്ടല്ല തോന്നുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ടാലൻറ്റ്, കഴിവ്, എബിലിറ്റി, സ്ട്രെങ്ത്ത് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചുറ്റിനുമുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് അത് ട്രൂ ഗ്രോത്ത് വരുന്നത്. ഗിവേഴ്സാണ് ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ മോർ വി ഗീവ്, ദ മോർ വി ആർ ബ്ലെസ്ഡ്. ഞാൻ പറയുന്നത് രൂപയുടെ പേരൻസിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. രൂപേനെ ഒരു ബ്രാൻഡ് ആക്കിയത് അവരായിരിക്കും. പക്ഷേ എൻ്റെ ഫാദറും എൻ്റെ മദറും അവർ എനിക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്ന കോൺഫിഡൻസും അവർ തന്ന വാല്യൂസ് അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്നും ഒരു മോറൽ കോമ്പസ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മക്കളെ വളർത്തുന്നു എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു ഫിലോസഫിയെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളാണ് മക്കളോടൊപ്പം വളരുന്നതെന്നാണ്. കറക്റ്റ്. നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ മാത്രമേ ഹെൽത്തി പേരൻറ്റിങ് സാധ്യമാവത്തുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ വുമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ഏഞ്ചൽ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. ഒരുപാട് പേരെ സഹായിച്ച് മുന്നേറുന്ന ഒരു വനിതാ രത്നമാണ്. ഷീ ഈസ് എ സോഷ്യൽ വർക്കർ, എൻട്രപ്രണർ ആൻഡ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങളുള്ള ആളാണ് മിസ്സസ് രൂപ ജോർജ്. രൂപയിലേക്ക് ഓക്കെ. അപ്പം ഇന്ന് എനിക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഒരു ഗോഡ് മദറിനെ എന്ന് തന്നെ പറയാം. ഗോഡ് മദറാണ് രൂപ ജോർജ്. ഇത് വുമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പം രൂപേനെ എനിക്ക് ഗസ്റ്റായിട്ട് കിട്ടിയതിൽ ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു. രൂപയ്ക്കും പ്രത്യേകം താങ്ക്സ് ഇവിടം വരെ വന്നതിന്. അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാം. രൂപ ഒത്തിരി പേരെ സഹായിക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റി രൂപയിലേക്ക് വന്നത്? എനിക്ക് തോന്നുന്നത് എനിക്കത് ഫ്രം ദ ഹാർട്ട് അത് ചെയ്യുന്നത് കൊണ്ട് അതെനിക്കൊരു സഹായമായിട്ടല്ല തോന്നുന്നത്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ടാലൻറ്റ്, കഴിവ്, എബിലിറ്റി, സ്ട്രെങ്ത്ത് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചുറ്റിനുമുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് അത് ട്രൂ ഗ്രോത്ത് വരുന്നത്. അപ്പം അത് ആ ഒരു ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അനിയിലേക്കുള്ള ടാലൻറ്റ് ചിലപ്പോൾ എനിക്കുണ്ടാവില്ല, അപ്പോൾ എനിക്കുള്ളത് അനിയിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് കമ്പൈൻ ചെയ്ത് ഫോർ എ കോമൺ പേർപ്പസ് വി ഗ്രോ ടുഗദർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയൊരു ഞാനതൊരു സർവീസായിട്ടോ അങ്ങനെ ഒരു സഹായം ആ ഒരു ടേമിലോട്ട് ഞാൻ വരുന്നില്ല. അതൊരു ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഏതൊരു ലീഡറിൻ്റെയും ഒരു ക്വാളിറ്റീസ് പറയുമ്പോൾ കമ്പാഷനേറ്റ്, കെയറിങ്, ആ ഒരു സർവീസ് ലോട്ട് വരുമ്പോഴാണ് നമ്മൾ ട്രൂ ലീഡർ ആവുന്നത്. പിന്നെ നമ്മുടെ തന്നെ പല എബിലിറ്റീസ് നമ്മൾ ഈ ഒരു ജേർണിയിൽ, യാത്രയിൽ നമ്മളെക്കുറിച്ച് തന്നെ ഡിസ്കവർ ചെയ്യും. പലപ്പോഴും നമ്മൾ എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് സെൽഫ് സെൻറ്റേർഡായിട്ട്, സെൽഫിഷായിട്ട് ചിന്തിച്ച് നമ്മുടെ മാത്രം ലോകത്തിൽ നമ്മൾ ഒതുങ്ങിച്ചേരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണാനോ ഈ ലോകത്തുള്ള മറ്റ് ഓരോ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാനോ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് അവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. അപ്പോഴാണ് നമ്മളും വളരുന്നത്. മറ്റേത് നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ്, സമ്മർദ്ദങ്ങൾ, ടെൻഷൻസ്, ചാലഞ്ചസ്, വെല്ലുവിളികൾ ഇതിലൊക്കെ കൊണ്ട് നമ്മൾ ബറീഡാണ്.
അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന തന്നെ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം, എൻ്റെ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാൻ നേരമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് അറൈവ് ചെയ്യാത്തത്. നമ്മുടെ ഒരു ഹാർട്ടും ഹാൻഡും നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്ലെസ് ആയിട്ട് അൺകണ്ടീഷണലായിട്ട് റീച്ച് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മളും അറൈവ് ചെയ്യുന്നത് ട്രൂ മീനിങ് ഓഫ് ലൈഫിൽ. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഷോർട്ട് ജേർണി. നമ്മൾ ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ വി ആർ ഓൾ ഗോൺ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈവ തുല്യം, അതായത് സ്വർഗ തുല്യമാക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് അവർ ടാലൻറ്റ്സ് ആൻഡ് വി ഹാവ് ടു യൂസ് ദാറ്റ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് വി ഗ്രോ ടുഗദർ ആസ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു എയിം നമ്മൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ഫാസറ്റ്സ്, പല സാധ്യതകൾ, പല പോസിബിലിറ്റീസ്, പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിസ്കവർ ചെയ്യാനും മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ ഈ യാത്രയിൽ നമുക്ക് സാധിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു സ്പേസ്, ഒരു ഇടം, വാക്ക് ദി എക്സ്ട്രാ മൈൽ ഈച്ച് ഡേ ഫോർ അതേഴ്സ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രൂപ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, രൂപ ജോർജ് സർക്കിൾ എന്ന് പറഞ്ഞ്. അതിൻ്റെയൊക്കെ ഉള്ളൊരു ഐഡിയ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്? അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ മെയിൻ ഐഡിയ, അതിൻ്റെ ഒരു റൂട്ട് എനിക്ക് വന്നത് ഈ വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പാനൽ ഡിസ്കഷൻസ് പല NGOs നടത്തുന്നത്, അല്ലെങ്കിൽ കോളേജസ് നടത്തുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മീഡിയ ഹൗസസ്, പല പാനൽ ഡിസ്കഷൻസിൽ ഞാൻ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വുമൻ എംപവർമെൻ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ടുഗദർ വി ഗ്രോ ആൻഡ് വുമൻ സപ്പോർട്ടിംഗ് വുമൻ എന്നൊക്കെ നമ്മൾ വാക്കുകളിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും പല വേദികളിലും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പ്രാക്ടിക്കലാക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ വുമൻ സപ്പോർട്ടിംഗ് വുമൻ എന്ന് ഞാൻ ആസ്ക് വുമൻ എന്ന് പറഞ്ഞിട്ട് 2019 ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അത് ഈ അതായത് സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ, സജഷൻസ്, ലീഡ്സ്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ കിച്ചൺ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇപ്പം മക്കളുള്ളപ്പോൾ തന്നെ ട്യൂഷൻസ് ഉണ്ടാവും, ഓൺലൈൻ ഓഫ്ലൈൻ, ഇപ്പം CBSE SSLC, പല ഗ്രേഡ്, പല ബോർഡിലുള്ള, അപ്പോൾ എക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം, ഹിന്ദി, അങ്ങനെ ട്യൂഷൻസിൻ്റെ ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ട്രാവൽ ഒരുപാട് കൂടി, ആൾക്കാർ ലോകം കാണാൻ ഇപ്പോൾ വുമൻ തന്നെ മാത്രം യാത്ര ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്, സോളോ വുമൻ ചെയ്യുന്നുണ്ട് അല്ലേ, ഭയങ്കര അഡ്വഞ്ചർ, സാഹസികതയൊക്കെ തേടി ഇപ്പോൾ ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് സോളോ പല. അപ്പോൾ അവർക്ക് ഞാൻ ഗ്ലോബ് ട്രോട്ടേഴ്സ് എന്ന് പറഞ്ഞ വേറെ പ്ലാറ്റ്ഫോം, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിന്. പിന്നെ അതല്ലാതെ മൈൻഡ്ഫുൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്തിന് മാത്രമായിട്ട്. കാരണം ഈ സ്ത്രീകളിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ പോസ്റ്റ് പാർട്ടം, ഇപ്പോൾ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ മെനോപോസിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ മക്കളെല്ലാം പോയി കഴിയുമ്പോൾ അവർ തന്നെ ആകുമ്പോൾ ഒരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ചലഞ്ചസ്, പേഴ്സണൽ ചലഞ്ചസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ്, ടീനേജ്, ഇതെല്ലാം നമുക്കൊരു ആസ് എ മദർ ശരിക്കും ഭയങ്കര ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഹീലേഴ്സ്, ലൈഫ് കോച്ചസ്, അതിനൊക്കെ ആയിട്ട് ഈ മെൻ്റൽ ഹെൽത്ത് സൊല്യൂഷൻസിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ മൈൻഡ്ഫുൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഗ്രൂപ്പും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ഫുള്ളായിട്ടുള്ളതാണ്. കാരണം 1025 പാർട്ടിസിപ്പൻസ് മാത്രമേ ഒരു ഗ്രൂപ്പിൽ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രീ ലൗഡ് എന്ന് പറഞ്ഞിട്ട് യൂസ്ഡ്, സെക്കൻഡ് ഹാൻഡ്, അപ്പോൾ ഉപയോഗിച്ച സാധനങ്ങൾ, ഇപ്പോൾ അത് ഡ്രസ്സാകാം, ജ്വല്ലറി ആവാം, ഹാൻഡ് ബാഗ്സ് ആകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഇപ്പോൾ ബുക്സ് ആകാം, ടെക്സ്റ്റ് ബുക്സ്, ഫേർണിച്ചർ, എല്ലാം സെല്ല് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം. അത് ഭയങ്കര അത് വളരെ പോപ്പുലറായിട്ട് അതിൻ്റെ 2 ഗ്രൂപ്പായി, ഇപ്പോൾ 1ഉം 2. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റും നമ്മളിപ്പോൾ സ്ലോലി അക്സെപ്റ്റ് ചെയ്ത്. കാരണം നമ്മളെല്ലാവരും സ്മാർട്ട് വീട്ടമ്മ, സ്മാർട്ട് ലിവിങ്, സ്മാർട്ട് സിറ്റി, സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് വാച്ച് എന്നൊക്കെ സ്മാർട്ടിന് നമ്മൾ പല ആവർത്തി പറയുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം നമ്മൾ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മിനിമം പൈസ ചിലവാക്കിയിട്ട് ഹൗ ടു ലുക്ക് ഗുഡ് ആൻഡ് ഹൗ ടു ബി പ്രസൻറ്റബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി പല കാര്യത്തിലും നമ്മൾ മാക്സിമം പൈസ ചിലവാക്കിയിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂസ്ഡ് സാധനങ്ങൾക്ക് ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ത്രിഫ്റ്റ് അല്ലേ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ആ ഒരു കോൺസെപ്റ്റ്, ആ സസ്റ്റൈനബിൾ ഇതിലോട്ട് വരുമ്പോൾ
നമ്മുടെ പ്ലാനറ്റിനുമൊക്കെ അത് ആവശ്യമാണ്. പിന്നെ നമ്മളത് മറ്റുള്ളവർക്ക് ആയിട്ട് അതിപ്പം ഇഫ് ഇറ്റ് ഈസ് യൂസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ. പിന്നെ രൂപയുടെ വേറൊരു ടാലന്റ് ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് കണക്ട് ചെയ്യും. ഒരാൾ ഒരു എൻക്വയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഷൂട്ടിന് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാണ് എൻ്റെ ബുട്ടീക്കിന് വേണ്ടിയിട്ട്. എൻ്റെ ഡിസൈൻസ് ചെയ്തപ്പോൾ മോഡൽസിനെ ആവശ്യമുണ്ട്. ഞാൻ രൂപേനെ വിളിച്ചു, രൂപ ആരെങ്കിലും അറിയോ, എനിക്ക് പ്രൊഫഷണൽ മോഡൽസ് വേണ്ട, എങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, വീട്ടമ്മമാരാണെങ്കിലും കുഴപ്പമില്ല എന്ന്. അപ്പോഴേക്കും രൂപയ്ക്ക് സ്ട്രൈക്ക് ചെയ്യാണ് അതിന് പറ്റിയ ആൾക്കാർ. അതൊരു പ്രത്യേക ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു, കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്. അതെ, ഒരു നെറ്റ്വർക്കിംഗ് സ്കിൽസ്. അതെ അതെ, അത് വളരെ ശരിയാണ് അതിൽ പറഞ്ഞത്. കാരണം ഒരു ഫെസിലിറ്റേറ്റർ റോൾ, കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സോഷ്യൽ വർക്കിലാണെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് ഇപ്പോൾ സ്കൂൾസിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഉള്ള ഓൾഡ് ഏജ് ഹോംസോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ സെൻറ്റേഴ്സിൻ്റെയോ, അപ്പോൾ അവരുടെ ഒരു നീഡ് ഇപ്പോൾ ഫുഡിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വല്ല ഡ്രസ്സോ അല്ലെങ്കിൽ ഫേർണിച്ചറോ അത് നമ്മൾ ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് എക്സിക്യൂട്ടഡ് ആവുന്നുമുണ്ട്. ആരെങ്കിലും ഗ്രൂപ്പിൽ ആ നമ്പർ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ആ കണക്ടിവിറ്റി, ഒരു ഫെസിലിറ്റേറ്റർ റോള് അതൊരു ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. പലർക്കും ചിലരിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ, അല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു നല്ല ഹോം മെയ്ഡ് ബിരിയാണി എവിടെ കിട്ടും, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഫുഡ്, പല റിക്വയർമെൻ്റ് ആണല്ലോ വരുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പല റിക്വയർമെൻറ്റ്. അപ്പം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഞാനാണ് മിക്കതും പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ. അപ്പോഴത്തേക്കും വലിയ ഹ്യൂജ് റെസ്പോൺസ് ആയി കഴിഞ്ഞു. അപ്പം അതൊരു വലിയൊരു ദൈവാനുഗ്രഹം പറയാം. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സർവീസ് ചെയ്യാനുള്ളൊരു മനസ്സ് അതെങ്ങനെ വന്നു രൂപയിൽ എന്നുള്ളതല്ലേ, അത് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ആഡ് വാല്യൂ ടു ദ പീപ്പിൾ അറൗണ്ട് മീ. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ വി വാക്ക് ദിസ് എർത്ത് ഓൺലി വൺസ്. അപ്പോൾ അതുകൊണ്ട് വി ഗ്രോ ബൈ ഷെയറിങ്. അപ്പോൾ ആ ഗിവേഴ്സാണ് ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ മോർ വി ഗിവ് ദ മോർ വി ആർ ബ്ലെസ്ഡ്. അപ്പം അതായത് ഈ റിയൽ പോവർട്ടി എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ദാരിദ്ര്യം എന്നുള്ള വാക്കല്ല. നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് ശരിക്കും പോവർട്ടി എന്നുള്ള വാക്കിന് ഡെഫിനിഷൻ ഞാൻ പറയുന്നത്. നമ്മൾക്ക് ആ ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു നോളേജ്, അറിവ്, ഇപ്പോൾ ഇന്ന കാര്യം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു പിക്കിൾ മേക്കിംഗ്, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സൗഹൃദങ്ങൾ, ഇതൊക്കെ നമുക്ക് നെറ്റ്വർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെയുള്ള അറിവ്, നോളജ്, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ്, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ സ്കൂൾസ്. അപ്പോൾ അതിലോട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണെ നമ്മൾ അറേഞ്ച് ചെയ്യാം, ഒരു ലീഡ് കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബോർഡ് എക്സാംസ് ഒക്കെ വരാൻ പോകുന്നു, അപ്പോൾ അവർക്ക് ഈ മെമ്മറി ടെക്നിക്സ്, കോൺഫിഡൻസ് ബിൽഡിംഗ്, അതിനുള്ള കരിയർ, ഇതൊക്കെ അതിനുള്ള റിസോഴ്സ് പേഴ്സൺസിനെ നമ്മൾ നല്ലൊരാളെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ ബേസ് മറ്റുള്ളവരുടെ ഗ്രോത്തിനും വളർച്ചയ്ക്കും സന്തോഷത്തിനും ഹാപ്പിനെസ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതാണ് ശരിക്കും ട്രൂ ഗിവിങ്. അപ്പോൾ ഈ ഒരു പോവർട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ള അറിവ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണ് പോവർട്ടി. ഉള്ളത് നമ്മളത് ഗിവ് ചെയ്യാൻ ഉള്ള ഒരു മൈൻഡ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ടുഗദർ വി ക്യാൻ സ്പ്രെഡ് ഹാപ്പിനെസ് ഇൻ ദിസ് ജേർണി. ഈ ഒരു ലൈഫ് ജേർണിയിൽ നമ്മൾ എല്ലാവരും ഫൈനലി നമ്മൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും, ഏത് സമ്പന്നരാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒരേ ഒരു ആൻസർ പറയും, വി ഓൾ വോണ്ട് പീസ്. അല്ലെ, പീസ് ഓഫ് മൈൻഡിലോട്ടുള്ള യാത്രയാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഇപ്പം നമ്മൾ ഹോളിഡേക്ക് പോയി നല്ല ഫാമിലി, മക്കൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കെയോസ് ആൻഡ് കൺഫ്യൂഷൻ ആൻഡ് ടർബുലൻസ് ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ സ്കൂൾസിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അവരുടെ സക്സസ്, വിജയങ്ങൾ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ അവർ ആ വഴിയിലോട്ട് എത്താനുള്ള അവരെടുത്ത ഹാർഡ്ഷിപ്സ്, സ്ട്രഗിൾസ്, ഫെയിലിയേഴ്സ്, റിജക്ഷൻസ്, അവഗണന, നിന്ദ, ഒറ്റപ്പെടുത്തൽ, തെറ്റിദ്ധരിക്കപ്പെടുക, പല ഇമോഷൻസിൻ്റെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് നമ്മുടെ ജീവിതം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെയെന്ന് പറയുന്ന പോലെ ലോൺലിനെസ്, പല രീതിയിൽ നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ്, ഇതെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ആൾക്കാർ കാണുന്ന സക്സസ്സിലോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും പലരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സക്സസ് എന്നുള്ള ആ ഒരു ഗ്ലോറിഫൈഡ്, ഹൈലി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പിക്ചർ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെയിലിയറും ജീവിതത്തിൽ അവരുടെ സ്ട്രഗിൾ
സ്ട്രഗിളിലോട്ടൊന്നും ആരും ഫോക്കസ് സ്പോട്ട്ലൈറ്റ് വരുന്നില്ല. ഫെയിലിയറിലോട്ട് ഒരിക്കലും സ്പോട്ട്ലൈറ്റ് വരുന്നില്ല. എപ്പോഴും സ്പോട്ട്ലൈറ്റ് സക്സസ് ആണ്. പക്ഷേ ഏതൊരു വ്യക്തി, ഏതൊരു പേഴ്സൻ്റെ ജീവിതത്തിലാണെങ്കിലും ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ഇപ്പം ECG ലൈൻ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലാണ് നമ്മൾ അലൈവ് എന്നുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ ഡെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് നമ്മൾ ഇറ്റ് ഈസ് ഒരു മിക്സഡ് ബാഗാണ് അല്ലേ, ഹാപ്പിനെസ്സും സാഡ്നെസ്സും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ ജനറേഷനും ആ ഫെയിലിയർ നല്ല രീതിയിൽ അവർക്ക് ഒരു മൈൻഡ് ഓടുകൂടി കറേജിയസ് ആയിട്ട് ഇന്ന് ഞാൻ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഈ വുമൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും എൻ്റെ ആസ്ക് വുമൻ ഇതിലാണെങ്കിലും ഞാൻ അതുപോലെ സ്കൂൾസിൽ കുട്ടികളായിട്ട് ഇടപെടുമ്പോഴും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം വിസിറ്റ്സ്, ചിൽഡ്രൻ കെയർ, ചിൽഡ്രൻസ് ഹോം പലരായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരുടെയും നിന്ന് മനസ്സിലായ ഒരു അണ്ടർലൈൻ ത്രെഡ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സ്ട്രഗിൾ ആ ഒരു ഫിയർ ഫാക്ടറാണ്. ഭയം, സത്യം ഭയമാണ്. പലരും എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഫിയർ കൊണ്ടാണ്, ഭയമാണ് ലൈഫിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പലരും പറയുന്നത് ഭയം. ഈവൻ കുട്ടികളായിട്ട് തന്നെ ഞാൻ അവരുടെ അംബീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവർ ആ ഫിയർ ഉള്ളത് കൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ആ ഒരു ചങ്ങലയിൽ ആ ഒരു എന്താ പറയുക ചെയിൻസ് അല്ലേ, അപ്പോൾ യു ഹാവ് ടു ബ്രേക്ക് ദ ചെയിൻ. അപ്പോൾ ആ ഒരു ഫിയർ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് കറേജിയസ് ആയിട്ടുള്ള തിങ്കിങ്ങിലും നമ്മൾ ലൈഫിനെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആയിട്ട് കാണുകയും നമ്മുടെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ഒരു പ്ലീസിങ്ങിന് വേണ്ടി, മറ്റുള്ളവരുടെ അല്ലേ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾക്ക് ലൈഫ് എന്നും ഒരു പരാജയം പോലെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഫിയർ, അപ്പോൾ ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ആ ഫിയർ ഫാക്ടർ നമ്മൾ അത് ഓവർകം ചെയ്താൽ തന്നെ നമുക്ക് രക്ഷപ്പെട്ടു. അതെ, പിന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു പവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിയർ ഫാക്ടർ ഓവർകം ചെയ്യണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതായത് ഏറ്റവും പേടിയുള്ള ഭയപ്പെടുന്ന സാധനം നമ്മൾ ചെയ്യണം. ഈ പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഇതാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളെ അപ്രോച്ച് ചെയ്യാനാണെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു ഭയം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹേർഡിൽ മുന്നിലുള്ളതെങ്കിൽ അത് നമ്മൾ ചെയ്യും. അതേ ഉള്ളൂ സൊല്യൂഷൻ. എനിക്ക് ഇപ്പം സ്വിമ്മിങ്ങിലോട്ട് ഇറങ്ങാനും വെള്ളത്തിലോട്ട് ചാടുക, അതേ വഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ പഠിക്കൂ. സത്യമാണ്. ഞാനപ്പോൾ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രൂപ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് ഒരു ഭയങ്കര വിശ്വാസം ഉള്ള ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രൂപയുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം രൂപ ജോർജ് എന്നുള്ള ആളുടെ ഉറപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആണെങ്കിലും രൂപ ആദ്യം എനിക്ക് ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ ജനം TV-യിലായിരുന്നു. അപ്പം രൂപ പറഞ്ഞു എന്നുള്ള നമ്മൾ അതിന് അഗ്രി ചെയ്യുന്ന ഒരു ഫാക്ടർ. അത് ശരിയാണ്. അതാണ് ആ ബ്രാൻഡ് എന്ന് പറയുന്നത്, ട്രസ്റ്റ്. അതെ, ആ ഒരു ട്രസ്റ്റ്. ഞാൻ പറയുന്നത് രൂപയുടെ പേരൻസിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. രൂപേനെ ഒരു ബ്രാൻഡ് ആക്കിയത് അവരായിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം എൻ്റെ മദർ ഇപ്പോൾ 2023 മരിച്ചുപോയി. പക്ഷേ എൻ്റെ ഫാദറും എൻ്റെ മദറും അവർ എനിക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്ന കോൺഫിഡൻസും അവർ തന്ന വാല്യൂസ് അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്നും ഒരു മോറൽ കോമ്പസ് എനിക്ക് എൻ്റെ ലൈഫ് നാവിഗേറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു വാല്യൂസ് തീർച്ചയായിട്ടും അത് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ ഒരു ഫൗണ്ടേഷനാണ്. കാരണം എപ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് റോൾ മോഡൽസ് ഉള്ളത്. മദർ, ഗ്രാൻഡ് മദർ, ഫാദർ, ബ്രദർ അല്ലേ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ പിന്നെ ഹസ്ബൻഡ്, മക്കൾ, ഇൻലോസ് ഒക്കെ വരുന്നത്, എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പോൾ തീർച്ചയായിട്ടും ആ ചൈൽഡ്ഹുഡിൽ അവർ ഒരു മാതൃകയായിട്ട് ജീവിച്ച ജീവിതവും അവർ സമൂഹത്തിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും എങ്ങനെയാണ് അവരെടുത്ത നിലപാടുകൾ, അവരുടെ ഉറച്ച നിലപാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെയും കാഴ്ചപ്പാടുകൾ ഷേപ്പ് ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ വളർന്നു വരുമ്പോൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ വലിയൊരു എന്താ പറയുന്നത് ട്രെയിൽ ബ്ലേസേഴ്സ്, ആ ഒരു ടോർച്ച് ബാറ്റൺ എനിക്ക് കൈമാറി. അങ്ങനെ ഇപ്പോൾ ഇനി രൂപയുടെ മക്കളുടെ ഒരു ഫ്യൂച്ചർ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം മക്കൾ 2 ബോയ്സാണ്. ഇപ്പം മൂത്തയാൾ എൽഡർ സൺ 9 ഇപ്പോൾ ഡിഗ്രി എല്ലാം BCom ബാംഗ്ലൂർ സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഷെയർസ് നോക്കുന്നുണ്ട്, കേജ് ഫാമിംഗ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇളയാൾ മുംബൈ സെൻറ്റ് സേവിയേഴ്സിൽ BMS ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയും വളരെ ഡിഫറെൻറ്റാണ്.
ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മക്കളെ വളർത്തുന്നു എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു ഫിലോസഫിയെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളാണ് മക്കളോടൊപ്പം വളരുന്നതെന്നാണ്. കറക്റ്റാ, നമ്മൾ വളർന്ന അല്ലാതെ പണ്ടത്തെ കാലഘട്ടത്തിൽ ആ ഒരു ചിന്താഗതിയിൽ ഇപ്പം എൻ്റെ പേരൻസിൻ്റെ ഇതിലാണെങ്കിൽ അവർ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, വേറെ ഒന്നും അങ്ങനെയായിരുന്നു. ഞാൻ അവരോട് ചിന്തിക്കുന്നില്ല, അവരോട് ഞാൻ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് ഫാദറിനോട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പം ഞാൻ വളർന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കുട്ടികൾ നമ്മളോട് ചോദ്യം ചോദിക്കും, അപ്പം നമ്മുടെ കയ്യിൽ ഉത്തരം വേണം. അതല്ല, നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ മാത്രമേ ഹെൽത്തി പേരൻറ്റിങ് സാധ്യമാവത്തുള്ളൂ. കാരണം ഇന്ന് അതിവേഗം മാറുന്ന ഒരു വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മക്കളോട് നമ്മൾ ഇവരെ വളർത്തിയതിൻ്റെ കണക്കും ത്യാഗവും ഒക്കെ പറഞ്ഞ് കുറേ ഡെഫിനിഷൻസും ഐഡിയാസും അഡ്വൈസൊക്കെ കൊടുക്കാനാണ് ഞാൻ ഇതിൽ കൂടുതൽ ലോകം കണ്ടു എന്നൊക്കെ ആണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല എല്ലാം തിരിച്ചടിക്കുന്നത് നെഗറ്റീവായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ അഭിപ്രായങ്ങളും അവരുടെ ഇപ്പം ഈ ഒരു ഏജിലുള്ള റെബലിയസ് ആറ്റിറ്റ്യൂഡും ഇതും നമ്മൾ പേഷ്യൻ്റായിട്ട് നോക്കി നമ്മൾ അതിനോടൊപ്പം ഗ്രോ ചെയ്യാൻ തയ്യാറാവുക വഴിയുള്ളൂ. വി ഹാവ് ടു ബി മോർ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. കുറേ നമ്മളും ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം. എങ്കിലും മാത്രമേ അവർ നമ്മളെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കരുതി, അല്ലെങ്കിൽ ആസ് എ മദർ എന്നൊന്നുമല്ല. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ ഒരു ജനറേഷൻ ആൽഫ അല്ലെ, ജനറേഷൻ ഇതിൽ വർക്കൗട്ട് ആവുന്നുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നിനെക്കുറിച്ചും എനിക്ക് ഒരു ഓവർ ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഫിയർ ഒന്നുമില്ല. കാരണം അങ്ങനെ ഫിയർ ചെയ്തിട്ടും കാര്യമില്ല. ഓവറായിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താവുന്നുള്ള മക്കളെ കുറിച്ചും അങ്ങനെയൊന്നും കാരണം നമ്മൾക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ആസ് എ മദർ ചെയ്യാവുന്നത് അവരുടെ മുന്നിൽ ഒരു ലിവിങ് എക്സാമ്പിൾ ആവുക. അല്ലാതെ നമ്മൾ എക്സാമ്പിളായിട്ട് അവരെന്തായാലും കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ ലിവിങ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അവരുടെ മുന്നിലൂടെ നടക്കുക. അതെ, അപ്പോൾ അവരത് കണ്ട് അതെ, എന്തായാലും ഇതൊക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. ഇപ്പം പ്രയറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇവരോട് അങ്ങനെ പറഞ്ഞാലൊന്നും ഒബേ ചെയ്യത്തില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർ ഈ പറയുന്ന പോലെ ഡ്രോയിങ് റൂമിലൊക്കെ നടക്കുമ്പോൾ അതെല്ലാം കാണുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് ലേറ്റസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ അവർക്ക് തീർച്ചയായിട്ടും ആ മദറിൻ്റെ ബിഹേവിയർ, കാരണം ഏതൊരു വ്യക്തിയുടെയും നമ്മൾ ലൈഫിൽ നോക്കുമ്പോൾ ആ ഒരു ലേഡി മദർ പ്ലേ ചെയ്ത റോളാണ് എല്ലാവരും വലിയൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ട് പറയുന്നത്. ഏതൊരു വ്യക്തി അതിപ്പോൾ നമ്മൾ പറയാതെ തന്നെ ഈ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക അവർ വാച്ച് ചെയ്യുന്നില്ല ഇല്ലാന്ന്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കും, എല്ലാം. രൂപ എങ്ങനെയാണ് ഈ റൊട്ടീനൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത്? എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലായിടത്തും എത്തുകയും വേണം. ഇവിടെ എത്തി അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ 24 hours എനർജി ഗെയിനിങ്ങും ഉണ്ട്, എനർജി ഡ്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്നും പല സിറ്റുവേഷൻസ്, അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നു, പലരും നമ്മളെ പ്രകോപിപ്പിക്കുന്നു, നമുക്ക് ഒരു വിഷമിക്കുന്ന രീതിയിൽ പല ചലഞ്ചസ് ഒക്കെ വരും. പക്ഷേ ഇതൊക്കെ ഓർത്ത് നമ്മൾ അതിന് റിപ്ലൈ പറഞ്ഞ് അതെന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ചെകഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനർജി ഡ്രെയിനിങ് ആയി. പക്ഷേ ഇതല്ലാതെ ദിസ് വിൽ ഓൾസോ പാസ് ഓവർ, ലെറ്റ് ഇറ്റ് ഗോ. ഒരു നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം, ലെറ്റ് ഗോ. അല്ലാതെ ഇതെല്ലാം എടുത്ത് തലയിലോട്ട് വെച്ച് നമ്മളൊരു ബാണ്ടക്കെട്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കാരണം ലൈഫിൽ ഇതിലും ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ, അതെന്തിനാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എനർജി ഡ്രെയിനിങ് ആവുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളെല്ലാം ഒരു ഓപ്പൺ മൈൻഡ്, ഒരു പോസിറ്റീവ്, നമ്മൾക്കൊരു അപ്ലിഫ്റ്റിംഗ് ആയിട്ട് ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നുള്ളത് എല്ലാത്തിലും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ലൈഫ് നമ്മൾ മോർണിംഗ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുന്നേക്കുകയാണെങ്കിൽ എപ്പോഴും അബണ്ടൻസ് ആയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ കീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ലൈഫിൽ എന്ത് ചാലഞ്ച് വന്നാലും അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ദിസ് ഇസ് എ ലെസൺ. ഇത് നമ്മൾ ദർ ഇസ് എ റീസൺ ഫോർ ദിസ്. അപ്പോൾ ദിസ് ഇസ് എ ലെസൺ ആൻഡ് വി ആർ ഗോയിങ് ടു ലേൺ ഫ്രം ഇറ്റ്. ഇപ്പോൾ ടെനസിറ്റി നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. അത് പറയുന്നത് നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു ടെനസിറ്റി, അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾക്ക് ലൈഫിനെ പല കാര്യങ്ങൾ നമുക്കിപ്പോൾ എക്സസൈസ് ചെയ്യണം, ഡാൻസ് പഠിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ സ്കൂൾസിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. അപ്പം ഇത് പിന്നെ ഗ്രൂപ്പ് മാനേജ് ചെയ്യുക, ഇതെല്ലാം അത് പ്രത്യേകം പറയണം. എപ്പോൾ വിളിച്ചാലും രൂപ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അല്ല, ഇത്രയും ബിസി ഷെഡ്യൂൾ ഉള്ളപ്പോൾ അത് പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കും.
ആയിരിക്കാം. അതെ. ബട്ട് യു റിപ്ലൈ. അതെ, ശരിയാണ്. അതെനിക്ക് തോന്നുന്നത്, എനിക്ക് ആദ്യം മുതലേ എൻ്റെ ഒരു റൂട്ട്, എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആ മറ്റുള്ളവരെ ആത്മാർത്ഥമായി ഹെൽപ്പ് ചെയ്യണമെന്നുള്ള, എന്തെങ്കിലും ഹെൽപ്പ് എന്നുള്ള വാക്ക്, മറ്റുള്ളവർക്ക് ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഗോഡ് ഗിവൻ അത് ഷെയർ ചെയ്യണം എന്നുള്ള, അപ്പോൾ എന്താണെന്ന് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സാധിക്കുന്നുണ്ട്. അത് ഓർത്ത് വെച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഒത്തിരി പേര് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുമ്പോൾ പലതും വിട്ടുപോവാ. അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അതെ. ഇപ്പോൾ നേരത്തെ അനിൽ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടമക്കുടി ഒരു സ്കൂളിൽ പോയപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ക്രിസ്മസിന് അവർ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നിഷ ജോൺ അവരെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ പറയുന്നത്, അവരുടെ മകൻ എന്തോ ഒരു NGOയുടെ ഹെഡൊക്കെ ആയിട്ട് അവർ എന്തോ ഹാൻഡ് ബോളിനുള്ള ഫണ്ടൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ അങ്ങനെ സ്പോർട്സിൻ്റെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവർ വിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കണക്ഷൻസ്, ഈ നെറ്റ്വർക്ക്, അതൊക്കെ നമ്മൾ പോലും അറിയുന്നില്ല. അതിങ്ങനെ കണക്ട് ചെയ്ത് ആ ലിങ്ക് ഇങ്ങനെ വളർന്ന് ഒരു ജനറൽ ഒരു വലിയൊരു ഒരു പൂക്കാലം എന്ന് പറയുന്ന ഒരു പൂന്തോട്ടം തന്നെയായി മിക്ക സ്ഥലത്തും. അങ്ങനെയുള്ള നല്ല നല്ല ഒരു ഫോളോ അപ്പ്, ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പലരെയും ഞാൻ ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അവർക്കത് വലിയ സന്തോഷത്തിന്. കാരണം എപ്പോഴും നല്ല നല്ല ബന്ധങ്ങൾ, അല്ലെ, റിലേഷൻഷിപ്സ്, അതാണ് ഏറ്റവും വലിയ ട്രഷർ. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ജീവിക്കാനുള്ള ഊർജവും എല്ലാം ഈ ഒരു ബന്ധങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? നല്ല ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും ആയുസിന്റെ കാരണവുമായിട്ട് പറയുന്നത്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നമുക്ക് ദീർഘായുസ് കിട്ടും. അങ്ങനെ ഇപ്പം വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മെസ്സേജ് ഓഡിയൻസിനോട് പറയാനുണ്ടോ? വുമൻസ് ഡേ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ വനിതാ ദിനം മാർച്ച് 8 വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ലെറ്റ് us സെലിബ്രേറ്റ് അവർ ലൈഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ, ഇറ്റ് ഈസ് ഓക്കെ, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഉന്തി അങ്ങനെ പറയാതെ, ഇറ്റ്സ് എക്സെപ്ഷണൽ, ഫിനോമിനൽ, ഇറ്റ്സ് റിയലി വി ആർ ഹാവിങ് അടിപൊളി ലൈഫ് എന്ന് നമ്മൾ പറയണം, അല്ലേ? ഇറ്റ് ഈസ് റിയലി സൂപ്പർ, വി ആർ ജസ്റ്റ് ഹാവ്, ഇറ്റ്സ് റിയലി ഫിനോമിനൽ എന്ന് പറയണം. വൈ? കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, നമ്മുടെ അനുഗ്രഹം നമുക്ക് വരുന്നതും പോകുന്നതും നാക്കിക്കൂടെയാണ്. അപ്പം നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല നമ്മൾ എന്താണ് ഈ യൂണിവേഴ്സിലോട്ട് പറയുന്നത്, അത് നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ വൈ വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ടു നെഗറ്റീവ്? നമ്മൾ ആദ്യം തന്നെ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഒരു വിഷമത്തോടുകൂടി ഇങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇറ്റ് ഈസ് റിയലി എക്സ്ട്രാ ഓർഡിനറി, വി ആർ ഹാവിങ്, ഇറ്റ്സ് ഫിനോമിനൽ എന്നൊക്കെ നമുക്ക് പറയാനുള്ള ആ ഒരു സ്ട്രെങ്ത്തും കറേജും ഒക്കെ നമ്മൾക്ക് എന്ന് വരുന്നോ അന്നാണ് നമ്മൾ ഈ തേടുന്ന ബ്ലെസ്സിങ്സ്, പീസ് ഓഫ് മൈൻഡ് ഒക്കെ നമുക്ക് ഇൻ അബൻഡൻസ് നമുക്ക് ലഭിക്കും. കാരണം വാട്ട് യു സേ യു വിൽ റിസീവ് ഇറ്റ്. അത് ഞാൻ ആ ഒരു ഫിലോസഫിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ആസ് എ വുമൻ നമ്മൾ പറയണം. അതായത് വി ആർ ഗോയിങ് ടു ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ലൈഫ്, ദ ഫാമിലി വിൽ ബി ബ്ലെസ്ഡ്, ചിൽഡ്രൻ വിൽ ബി ബ്ലെസ്ഡ്, നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കും, ഡ്രീംസ് ആർ ഗോയിങ് ടു കം ട്രൂ എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻസിൽ ലെറ്റ് us begin. അങ്ങനെ നമ്മളൊരു ബിഗിനിങ് തുടങ്ങട്ടെ. അപ്പോൾ തന്നെ നമ്മൾ ഈ സ്വപ്നം കാണുന്ന നെറ്റ്വർക്കും നമ്മുടെ കൂടെ ജോലിയെടുക്കാൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെയോ എല്ലാം തടസ്സം കൂടാതെ എല്ലാം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. പിന്നെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ഇൻ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ്, അത് ഒരു വലിയൊരു പോയിൻ്റാണ്. നമ്മൾ നല്ല നല്ല ബന്ധങ്ങൾ, കണക്ടിവിറ്റി, കാരണം ആ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ വളരുന്നത്. സക്സസ് ഈസ് നെവർ മെയ്ഡ് ഇൻ ഐസൊലേഷൻ. അല്ലേ? ഇപ്പോൾ രതൻ ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ടു വാക്ക് ഫാർ വാക്ക് ടുഗദർ എന്നാണ്. ഇഫ് യു വോണ്ട് ടു വാക്ക് ഫാസ്റ്റ് യു വാക്ക് അലോൺ. തന്നെ നടന്നോ, അല്ലേ? സംസാരിച്ച സമയം. ഇഫ് യു വോണ്ട് ടു വാക്ക് ഫാർ യു ഹാവ് ടു വാക്ക് ടുഗദർ എന്നാണ് രതൻ ടാറ്റ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഷോസ് ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വർക്ക് ടുഗദർ, ടു ഡെലിഗേറ്റ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് മാജിക്, അത്ഭുതങ്ങൾ, മിറക്കിൾസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ് ഇൻ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ആൻഡ് ഓൾസോ നർച്ചർ ഫാമിലി ബോണ്ട്സ്.
അത് മറന്നു പോരുത്. കാരണം ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് ആസ് വുമൻ നമുക്കെല്ലാം വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ടുവേർഡ്സ് ചിൽഡ്രൻ, ഹസ്ബൻഡ്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എല്ലാം. അപ്പോൾ അത് മറന്നു പോകാതെ ഇൻവെസ്റ്റ് ഇൻ ഫാമിലി, അപ്പോൾ ബാക്കി എല്ലാം വന്നോളും. കറക്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് രൂപ, ഇത്രയും സമയം എൻ്റെ ചാനലിന് വേണ്ടി തന്നതിന്. ഐ ആം സോ ബ്ലെസ്ഡ് ടുഡേ. താങ്ക് യു. താങ്ക് യു അനില, താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതെ, വീണ്ടും കാണാം. താങ്ക് യു.